മലപ്പുറത്ത് നിപ്പ ആശങ്ക ഒഴിയുന്നു. പുതുതായി പുറത്തുവന്ന പരിശോധനാ ഫലം മുഴുവൻ നെഗറ്റീവാണ്. രോഗലക്ഷണങ്ങളോടെ ഹൈറിസ്ക് വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് 220 പേരാണ്. നിപ്പ ഉറവിടം കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. പൂനെയിൽ നിന്നും വന്ന വിദഗ്ധ സംഘം വവ്വാലുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടെത്താനായി രോഗബാധിത പ്രദേശങ്ങളിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചു. ഇന്നലെ പുറത്തുവന്ന 17 സാമ്പിളുകൾ നെഗറ്റീവാണ്. 460 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 220 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. ഇതിൽ 142 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 19 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 17 പേരും തിരുവനന്തപുരത്ത് 2 പേരുമാണുള്ളത്. പാണ്ടിക്കാട്, ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിലായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതുവരെ 18,055 വീടുകൾ സന്ദർശിച്ചു. പാണ്ടിക്കാട് 10,248 വീടുകളും ആനക്കയത്ത് 7,807 വീടുകളുമാണ് സന്ദർശിച്ചത്. അതിൽ പാണ്ടിക്കാട് 728 പനിക്കേസുകളും ആനക്കയത്ത് 286 പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു. നിപ്പ ബാധിത മേഖലകളിലെ വിദ്യാലയങ്ങളിൽ ഓൺലൈൻ വഴി ക്ലാസുകളും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.